എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഒരു ഉത്സവത്തിന് പോയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാ നാട്ടിലും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഉത്സവങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അതിനെ പോയിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ ഏട്ടാ? ഇത് നമ്മുടെ നാട്ടിലെ തട്ടാർത്ത് എന്നുള്ള ക്ഷേത്രത്തിലെ ഒരു തെറയാണ്. ഇവിടെ ഇപ്പോൾ ഭഗവതീൻ്റെ തെറയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഇപ്പോൾ ആളൊക്കെ കുറവാണ്. ഇപ്പോൾ തണ്ടാൻ വരവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വരവൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ തെറകളും ഉത്സവങ്ങളൊന്നും ആയിരിക്കില്ല പുറം നാടുകളിൽ. അതാണ് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ മാലയിടൽ ചടങ്ങാണ്. ഭഗവതിക്ക് മാലയിടുന്ന ചടങ്ങാണിത്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒരു വഴിപാട് പോലെ ഓരോരുത്തർ വഴിപാട് പോലെ കഴിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ എത്തിയ സമയത്ത് ഒരുപാട് ആളുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പൂക്കലശം വരവ് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങളവിടെ ഒന്നുമില്ല. പൂക്കലശം വരവ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെയൊക്കെ താലപ്പൊലി മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ അല്ലേ പൂക്കലശം വരവ് എന്ന് പറഞ്ഞിട്ട് ഓരോ വീടുകളിൽ നിന്നാണ് അങ്ങനെ വരുന്നുണ്ട്. ഓരോ ഏരിയകളിൽ നിന്നാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇത് തണ്ടാൻ വരവ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. ഒരു കിലോമീറ്ററിൻ്റെ ആസ്പാസ് ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ഉണ്ടാവില്ലേ, ഓരോ വീട്ടിൻ്റെ സൈഡിൽ നിന്നും നമ്മളെ ഏരിയ ആയിട്ട് തിരിഞ്ഞാണ് വരുന്നത്. അങ്ങനെ ഇതാണ് തണ്ടാൻ വരവ് എന്ന് പറയുന്നത്. ഈ തണ്ടാൻ വരവ് കഴിഞ്ഞിട്ടാണ് ഓരോ ഏരിയാസിൽ നിന്നും ഇങ്ങനെ എന്താ പറയുക പൂക്കലശം വരവായിട്ട് ഓരോ ഏരിയകളിൽ നിന്നും നാട്ടുകാരിങ്ങനെ വരുന്നത്. ഇതിപ്പം തണ്ടാൻ വരവ് എന്ന് അറിയും. ഇത് എന്നിട്ട് ഇനിയിപ്പോൾ അമ്പലം 3 പ്രാവശ്യം ചുറ്റിയിട്ട് അത് കഴിഞ്ഞാലാണ് നമ്മുടെ പൂക്കലശം വരവ് തുടങ്ങുക. അത് നിറച്ച ആളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അവിടെ എന്താണ് പായസമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബാക്കിയുള്ള പ്രസാദമായിട്ട് പിന്നെ ഇവിടെ വഴിപാടിൻ്റെ ഇതായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ്. ഇത് കുറച്ച് കണ്ടു നോക്കും. ഇതാണ് പൂക്കലശം വരവ്. ഇത് ഒന്നാമത്തെ പൂക്കലശം വരവാണിത്. ഇങ്ങനത്തെ 3, 4, 5 ഒക്കെ ഉണ്ടാവും. ഇതിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ വരുന്ന താലപ്പൊലിയൊക്കെ ആയിട്ട് വരില്ലേ, അതൊക്കെയാണിത്. ഇത് രണ്ടാമത്തെ പൂക്കലശാണ്. ഇത് വേറൊരു ഏരിയ എന്ന് വരുന്നതാണ്. ഇതിൽ കുറേ കുഞ്ഞു കുട്ടികളൊക്കെ താലപ്പൊലി എടുത്തിട്ട് അങ്ങനെയായിരുന്നു. ഇതിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെണ്ടക്കൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് കണ്ടതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത്തത്. പിന്നെ നമ്മൾ ഇറങ്ങാൻ നേരത്ത് പിന്നെ വേറെ ഒന്നും കൂടി വരുന്നുണ്ടായിരുന്നു. ഫുള്ള് ആളായിരുന്നു ഈ സമയത്ത്. ഓരോ ദേശത്തു നിന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണിത്. ഇത് നല്ല രസമായിട്ടോ കാണാൻ. നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല കൗതുകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനെ കണ്ടു നിൽക്കാൻ. കാരണം ഓരോ ഏരിയാസിനും ഓരോരോ ചിലവർക്ക് കളർ കോഡ് ഉണ്ടായിരുന്നു, ചില ഏരിയ നിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ. അങ്ങനെ നല്ല രസമായിരുന്നു ഇത് കാണാൻ. സൗകര്യം ഒരുക്കി കൊടുക്കുന്ന വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ദേശാഭിമാനി ബുക്ക് സ്റ്റാളിൽ നിന്ന് മത്സര എഴുതിയിട്ടുള്ള തകർച്ച എന്ന പുസ്തകമാണ് ആവിഷ്കരിക്കുന്ന നോവലാണ്. ഇത് കുറേ കുട്ടികളുടെ നേർച്ചയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പന്തൽ പോലെ കെട്ടിയിട്ട് പോകുന്നില്ലേ, അതിൽ കുറേ കുട്ടികളൊക്കെ ഉറങ്ങിയും പോയിട്ടുണ്ട്. അതിൽ എന്ന പുസ്തകമാണ് ദേശാഭിമാനി ബുക്ക് സ്റ്റാളിൽ നിന്നും അടുത്തായി നറുക്കെടുക്കുന്നത്. കേവലം 20 രൂപ മാത്രം നൽകിക്കൊണ്ട് നറുക്കെടുപ്പിൽ പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ
ഇത് കാണുന്ന പോലെ ഒന്നല്ല, നല്ല വെയിറ്റുള്ള സംഭവമാണ് ഇത് പൂക്കലശം എന്ന് പറയുന്നത്. ഇത് ഒരാൾ തന്നെ എടുത്തിങ്ങനെ ഇതെടുക്കുന്നതിന് കുറേ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വ്രതങ്ങളൊക്കെ നോറ്റിട്ടാണ് എടുത്തു തരുന്നത്. അവരുടെ ദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും, അതും എടുത്തിട്ട് ഇങ്ങനെ അമ്പലം വരെ എടുത്തു വരികയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഉണ്ട് വേറെ ഒരു പൂക്കലശം വരവുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് അവിടെ കുറച്ച് നേരം നിന്നു. ഇതാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഇനിയും വരാനുണ്ട്, അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ഇനിയും വരാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റ.